മധ്യ ഗസയിൽ ഇസ്രയേൽ ആക്രമണം കനത്തു. 2 ലക്ഷം ആളുകൾ പലായനത്തിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. 220 ആളുകളാണ് ഇന്നലെ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഈജിപ്തിൻ്റെ അതിർത്തിയിലും രൂക്ഷമായ പോരാട്ടം നടക്കുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ബി ജെയിംസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ബി ജെയിംസ്, ഈ ലോക ടെലിവിഷൻ ചാനലുകളെല്ലാം ഈ അന്തർദേശീയ വാർത്തകൾക്കായി കണ്ട് എങ്ങനെ സുഖകരമായി കിടന്നുറങ്ങാൻ പറ്റുന്നു? എന്ത് ചെയ്യാൻ പറ്റും എസ് കെ? നമ്മൾ സംഭവിക്കുന്നതിന്റെ കൂടെ ജീവിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും അത് നേരിട്ട് ഒരാളെ കൂലിക്ക് നിർത്തിയാലോ? ഇതൊക്കെ കാണാനായിട്ട് പറ്റത്തില്ല, സ്വന്തമായിട്ട് തന്നെ കാണണം അല്ലേ? സ്വന്തമായിട്ട് തന്നെ കാണണം. അപ്പൊ പറയും എസ് കെ, ഇസ്രായേൽ ഹമാസ് പോരാട്ടം കൂടുതൽ കനക്കുന്നതാണ് കാണുന്നത് എന്ന് മാത്രമല്ല, നേരത്തെ വടക്കൻ ഗസയിൽ തുടങ്ങി പിന്നെ അത് തെക്കൻ ഗസയിലേക്കാണ് പടർന്നത്. ഇപ്പോൾ മധ്യ ഗസ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത്. അവിടുത്തെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 50-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് എന്ന നഗരത്തിലാണ് ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുന്നതും ഇസ്രായേലിനെതിരെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടക്കുന്നതും. അതുകൂടാതെ ഈജിപ്ത് അതിർത്തിയായ റഫയിൽ ആക്രമണം നടക്കുന്നു. ഈ രീതിയിൽ ഗസ മുഴുവനായിട്ടുള്ള ഒരു ആക്രമണം എന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. 220 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത വരുന്നു. മരണസംഖ്യ 21,400 ഉയർന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ, അവിടുത്തെ ലോക്കൽ TV-യുടെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു കുടുംബത്തിലെ 12 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി അവർ മരണമടഞ്ഞു എന്നാണ് അവിടുന്ന് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ തരത്തിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് മേൽ, അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് മേലൊക്കെ ആക്രമണം ഈ 24 മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുണ്ട്. കടുത്ത പ്രതിഷേധം വരുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇസ്രായേൽ സേന പിൻവാങ്ങാൻ തയ്യാറാവുന്നില്ല. രൂക്ഷമായ പോരാട്ടമാണ്. ഇസ്രായേലിലെ സൈനികരും ഇസ്രായേൽ ടാങ്കുകളും നിരവധി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഹമാസ് ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലാണ്. അതുപോലെ ഈജിപ്ത് അതിർത്തിയിലേക്ക് ലക്ഷങ്ങൾ എത്തുന്നു. കാരണം അവർ ഇനി ഗസയിൽ തങ്ങിയാൽ ജീവന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ വടക്ക് നിന്ന് തെക്കൻ ഗസയിലേക്കും അതുപോലെ തന്നെ മധ്യ ഗസയിലേക്കൊക്കെ പലായനം ചെയ്ത ജനം അവർ ഈജിപ്തിൻ്റെ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിർത്തിയിൽ വല്ലാത്ത ഈ അഭയാർത്ഥി പ്രവാഹമുണ്ടായി എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എസ് കെ എൻ. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഹമാസ് കീഴടങ്ങുന്നത് വരെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇസ്രായേൽ പറയുന്നു. അതിനിടയിൽ ലെബനൻ്റെ ഇവിടെ ഹെസ്ബുള്ള കേന്ദ്രത്തിൽ നേരെ ആക്രമണം ഇസ്രായേൽ നടത്തി. തിരിച്ച് ലെബനൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ചിട്ടുണ്ട്. യമനീസ് ഹൂതികൾ അവർ ചെങ്കടലടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചു. അതിൽ 5 ഡ്രോണുകൾ തകർത്തതായിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പൽ അവകാശപ്പെടുന്നു. ഈ തരത്തിൽ പല സ്ഥലങ്ങളിലേക്കും ഇറാഖിലും സിറിയയിലും ഹെസ്ബുള്ള ഉള്ളതുകൊണ്ട് ഇസ്രായേൽ അവിടേക്കും ടാർഗറ്റ് ചെയ്ത് മിസൈൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ 5-6 രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ പൊരുതുന്ന അല്ലെങ്കിൽ പോരാടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എസ് കെ. ജെയിംസ്, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം, ഈ ഖത്തറിൽ ഇന്ത്യ നയതന്ത്ര വിജയം കണ്ടു. മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും മേൽക്കോടതി അവരുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന നല്ല വാർത്ത വരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നയതന്ത്രത്തിന് കിട്ടിയ ഒരു വിജയമാണ്. കൂടുതൽ വിശേഷങ്ങൾ ഖത്തറിൽ നിന്ന് എന്തൊക്കെയാണ്? എസ് കെ എൻ, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലമാണ് ഖത്തർ. ഒരുപക്ഷെ ലോക ഭൂപടത്തിൽ ഇപ്പോൾ ചെറിയ രാജ്യമാണെങ്കിലും ലോകകപ്പ് നടത്തി. ഒപ്പം തന്നെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ഒപ്പം തന്നെ അറബ് ലോകവുമായിട്ടുള്ള ബന്ധം ഖത്തറിനെ വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. താലിബാൻ പ്രശ്നം വന്നപ്പോഴും ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലൊക്കെ മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന ഖത്തറാണ്. അവിടുത്തെ അദ്ദേഹം ഷെയ്ഖ് വളരെ അറിയപ്പെടുന്ന ആളാണ് അൽത്താനി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു. എന്തായാലും എസ് കെ എൻ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു നയതന്ത്ര വിജയം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. ഖത്തറിൽ ജോലിക്ക് പോയ മുൻ ഇന്ത്യയുടെ നാവിക സൈനികരായ 8 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയായിരുന്നു കീഴ്ക്കോടതി. രാജ്യദ്രോഹ കുറ്റത്തിനാണ്. എന്തിനാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ട് ഖത്തറിന് ലഭിച്ചിരുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു എന്ന ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് ഇവരെ ബലിയാടാക്കിയതാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും അപ്പീൽ കോടതിയിൽ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തി.
അത് സ്വീകരിക്കപ്പെട്ടു. അവരുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത വരുന്നു. വധശിക്ഷ റദ്ദാക്കുന്ന കോടതി വിധിയുടെ അവിടെ ഇന്ത്യയുടെ സ്ഥാനപതി, ഖത്തറിലെ സ്ഥാനപതിയും ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വല്ലാത്ത രീതിയിലുള്ളൊരു അന്താരാഷ്ട്ര പ്രശ്നമായി ഉയർന്നു വരികയും ഇന്ത്യ വളരെ ശക്തമായി ഇടപെടുകയും ചെയ്തതാണ്. ഇന്ത്യക്ക് ന്യായമായി ആഘോഷിക്കാൻ കഴിയുന്ന ഒരു വിജയം എന്ന നിലയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. ഖത്തറും ഇന്ത്യയും തമ്മിൽ വലിയ രീതിയിലുള്ള ട്രേഡ് ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങളുണ്ട്. SKN. ഓക്കെ, അതുപോലെ ജെയിംസ്, ഇന്ത്യക്ക് വേണ്ടി ആധുനിക ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ റഷ്യ തയ്യാറാണെന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? SKN, റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവാണ് പരസ്യമായിട്ടത് പ്രഖ്യാപിച്ചത്. റഷ്യയുടെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, ഒരുപക്ഷെ സൈനിക വിമാനങ്ങളടക്കം ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറാണെന്ന് റഷ്യ ഇതാദ്യമായിട്ട് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധത്തിലാണ്. റഷ്യയും ചൈനയും ഒരു ബ്ലോക്കായി നിൽക്കുന്നു. ചൈനയുമായി റഷ്യ കൂടുതൽ അടുക്കുന്നതിൽ ഇന്ത്യക്ക് അല്പം അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ അമേരിക്കയുമായി ഇന്ത്യ അടുക്കുന്നതിൽ റഷ്യയ്ക്കും അസ്വസ്ഥതയുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ നടത്തിയ സന്ദർശനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഈ പ്രഖ്യാപനം വന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി അനുസരിച്ച് തദ്ദേശീയമായി ഇന്ത്യ നടത്തുന്ന ആയുധ നിർമ്മാണത്തിലുള്ള ശ്രമത്തിൽ റഷ്യ പങ്കാളിയാവാൻ തയ്യാറാണ്. റഷ്യയുടെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ ഇതെങ്ങനെ കാണുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും റഷ്യ കൂടുതൽ ബന്ധം ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വലിയ സൂചനയായിട്ട് ഇതിനെ കാണേണ്ടി വരും. അതിനിടയിൽ SKN, റഷ്യയിലെ 2 പ്രശസ്തരായിട്ടുള്ള കവികൾക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് റഷ്യയിലെ കോടതി. വേറൊന്നുമല്ല, ഉക്രൈൻ യുദ്ധത്തിനെതിരെ, റഷ്യ നടത്തുന്ന യുദ്ധത്തിനെതിരെ ആൻറ്റി വാർ, യുദ്ധവിരുദ്ധ കവിത എഴുതിയെന്നാണ് അവർക്കെതിരെ കുറ്റം. ഒരാൾക്ക് 5 വർഷവും മറ്റൊരാൾക്ക് 7 വർഷവും തടവ് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കവിത എഴുതിയാലും ജയിലിൽ പോകാം എന്നുള്ള തരത്തിലായിട്ടുണ്ട് കാര്യങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിശക്തമായിട്ട് 5ാം തവണ പ്രസിഡന്റാവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിലാണ്. അലക്സി നവൽനിയെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. അദ്ദേഹത്തെ ആർട്ടിക് റീജിയനിലെ പീനൽ ജയിലിൽ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് വന്നു. ഐ ആം ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി. ഒരുപക്ഷെ അദ്ദേഹത്തെ അപ്രത്യക്ഷമായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയോ എന്നുള്ള തരത്തിലുള്ള പ്രചരണം പാശ്ചാത്യ മാധ്യമങ്ങളിൽ നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ആർട്ടിക് റീജിയനിലെ ജയിലിൽ ഉണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. ഇലക്ഷൻ കാലമായതുകൊണ്ട് മോസ്കോയിലെ ജയിലുകളിലൊന്നും അധികം വേണ്ട. കാരണം ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി. അദ്ദേഹത്തെ നോവിച്ചോക്ക് എന്ന വിഷം കൊടുത്ത് സൈബീരിയക്കടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും അധികം അബോധാവസ്ഥയിൽ ജർമ്മനിയിൽ കൊണ്ടുപോയി 3 മാസം അദ്ദേഹത്തിന് ചികിത്സ നടത്തിയാണ് ബോധം വന്ന് അദ്ദേഹം പുറത്തു വന്നത്. പുറത്തു വന്നപ്പോൾ തന്നെ റഷ്യയിൽ മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പോകരുതെന്ന് എല്ലാവരും പറഞ്ഞു. അദ്ദേഹം പോയി. അദ്ദേഹത്തിന് വിമാനം വന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അദ്ദേഹം 19 വർഷത്തെ ജയിൽ ശിക്ഷയുമായിട്ട് കിടക്കുകയാണ്. കാരണം പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ കുടുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ കള്ളക്കേസുകളാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. വിദേശ വാർത്തകളുമായി ബി ജെയിംസ് വരും നാളെ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.